ഇനി വീണ്ടും കൊച്ചിയിലേക്ക് തന്നെയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ അണച്ചാലും ഏതാനും ദിവസം കൂടി പുക അന്തരീക്ഷത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചി നഗരത്തിലിറങ്ങുന്ന ആളുകൾ മാസ്ക് അടക്കം ധരിച്ച് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന നിലയിൽ കൂടി ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകുന്നു. അജി കുഞ്ഞുമോനുണ്ട് ബ്രഹ്മപുരത്ത് നിന്നും ചേരുന്നു. അജി, നിലവിലെ സാഹചര്യം എന്നാണ്? ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ് ഈ തീപിടുത്തം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ്. കൊച്ചി ആകെ ഈ തീപിടുത്തമുണ്ടായി മാലിന്യമൊക്കെ കത്തിനശിച്ചു എന്നതിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ കൊച്ചി നഗരവാസികൾ ഇതിൻ്റെ ഈ വിഷപ്പുക ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയും കടന്ന് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൂടി ഈ പുക പ്രവേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് രാവിലെ മുതൽ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ബ്രഹ്മപുരത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റില ഹബ്ബിലാണ്. ഈ ഹബ്ബിന് സമീപമുള്ള എനിക്ക് പിന്നിൽ കാണാം ഈ വൈറ്റില നഗരമാകെ മൂടൽമഞ്ഞിൻ്റെ ഒരവസ്ഥയാണ്, പ്രതീതിയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് തന്നെയാണ്. ഈ വിഷപ്പുക അരൂർ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. വിഷപ്പുക അത്രത്തോളം ഭീതിജനകമായ അവസ്ഥയാണ് കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത്. അതായത് ഇന്നലെ രാത്രിയിൽ പോലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തീ അണയ്ക്കാനെ കൊണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ പുക വ്യാപിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അന്തരീക്ഷത്തിലാകെ പുക മൂടിയ നില. ഇപ്പോൾ 10 മണിയാകുമ്പോൾ പോലും, ഈ 10 മണി സമയം കഴിഞ്ഞിട്ട് പോലും ഈ പുക ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊച്ചി നിവാസികൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് ഇന്ന് ചോറ്റാനിക്കര മകം തൊഴുന്ന ദിവസമാണ്. അവിടെ പോലും വലിയ രീതിയിലുള്ള പുകയും അസ്വസ്ഥതകളൊക്കെയാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുള്ളത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വാഹനം ഓടിക്കുന്നവർക്കടക്കം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആളുകളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവരോട് തന്നെ ചോദിക്കാം ഈ പുകയുടെ ഇതിനെ പറ്റി. എങ്ങനെയുണ്ട് ഈ പുക? വലിയ ബുദ്ധിമുട്ടല്ലേ? കുഴപ്പമില്ല, എന്നാലും ഭയങ്കര പുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്യാവശ്യം നല്ല വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം നല്ല പുകയായിരുന്നു. ഇതാണ് അവസ്ഥ. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആളുകൾക്ക് വണ്ടി ഓടിക്കുന്നതിന് പോലും ബുദ്ധിമുട്ട്. ചേട്ടാ, പുക എങ്ങനെയുണ്ട്? ഹിന്ദി ഓക്കെ. ഈ എയർ പൊല്യൂഷൻ അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. വടവുകോട്, പുത്തൻകുരിശ് എന്നീ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ കുന്നത്തനാട് ഗ്രാമപഞ്ചായത്ത്, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, മരട് മുനിസിപ്പാലിറ്റി, കൊച്ചിൻ കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗൻവാടികൾ, കിൻഡർ ഗാർഡൻ, ഡേ കെയർ സെന്ററുകൾ എന്നിവർക്ക് ഇന്ന് അവധിയായിരിക്കും. ICSE CBSE സ്കൂളുകളിലെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കായിരിക്കും കൊച്ചി കടക്കുന്നത്. കാരണം നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകളുമായി നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കണക്കുകളൊന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. മാസ്ക് ഇല്ലാതെ പുറത്ത് ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് അടക്കമുള്ള മുന്നറിയിപ്പുകളാണ് ഈ ഘട്ടത്തിൽ നൽകുവാനുള്ളത്. കാരണം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ ഈ പുക പടരുവാനുള്ള ഏറ്റവും വലിയ കാരണം വാഹനങ്ങൾ പോലും ബ്ലോക്കാവുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത്. നിലവിലെ കൊച്ചിയിലെ സ്ഥിതി ഗുരുതരമായ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കൊച്ചി പോകുന്നത്. വ്യക്തമാണ് അജി. കൊച്ചി വലിയ തരത്തിൽ ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുകയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കൊച്ചി നഗരമാകെ വിവിധയിടങ്ങളിൽ പുക വ്യാപിക്കുന്ന സാഹചര്യമാണ്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങൾ നൽകിയത്.